നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ മറനാഥാ, ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. Praise the Lord. ഹല്ലേലൂയ. അപ്പോൾ ഇന്നത്തെ വിഷയത്തിൻ്റെ പേരാണ് വിശ്വാസത്തിന് വേണ്ടി കഷ്ടത സഹിക്കുക. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 6 മുതലുള്ള തിരുലിഖിതങ്ങൾ ദൈവവചന സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചും വിശ്വാസ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചും ഒരു വ്യക്തി സൗകര്യമുള്ളപ്പോൾ അനുകൂല അന്തരീക്ഷത്തിൽ മാത്രം ചിന്തിക്കുകയും പറയുകയും ചെയ്താൽ മതിയോ എന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 6 മുതലുള്ള തിരുലിഖിതങ്ങൾ. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ പഠിപ്പിക്കണം? എന്ത് ജാഗരൂകത എന്ന് പറഞ്ഞാൽ എന്താ? ജാഗരൂകത എന്ന് പറഞ്ഞാൽ വളരെ അലർട്ടായിട്ട്, അങ്ങനല്ലേ? ഉദാഹരണത്തിന് നിങ്ങൾ ഒരാൾക്ക് അറ്റാക്ക് വന്നെന്ന് വിചാരിക്കും. അറ്റാക്ക് വന്നപ്പോൾ നിങ്ങൾ പറയുകയാണ് ഇന്ന് മഴയാണെന്ന് പോകണ്ട, മഴ മാറിയിട്ട് ഡോക്ടറെ എത്തിക്കൊണ്ടാവുന്നത് ശരിയാവുമോ? അറ്റാക്ക് വന്ന ഉടനെ പിന്നെ അലർട്ടായി, നമ്മൾ മറ്റുള്ള സ്വഭാവം മാറി ഇല്ലേ? അപ്പോൾ അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കഠിനമായ ജീവന് ഭീഷണി വരുന്നൊരു പ്രശ്നം വന്നു, അപ്പം എന്തായി? മറ്റുള്ള രീതി മാറി, പിന്നെ അലർട്ടാവും. പിന്നെ നമുക്ക് സൗകര്യമുണ്ടോ ഇല്ലയോ, മഴയാണോ വെയിലാണോ, കാറ്റുണ്ടോ തണുപ്പുണ്ടോ, ഇരുട്ടാണോ വെയിലാണോ, വെളിച്ചമുണ്ടോ, റോട്ടിൽ ആനയുണ്ടോ ഇല്ലയോ, നമ്മൾ പരമാവധി നമ്മുടെ ജീവൻ ത്യജിച്ചും അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ പരിശ്രമിക്കും. വചനം പഠിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് കർത്താവ് പറഞ്ഞു തരുന്നത്. കർത്താവ് പറയാണ്, നീ മഴയാണോ വെയിലാണോ നോക്കരുത്, മഴക്കാലാണോ ന്യൂനമർദ്ദ കാലാണോ നോക്കരുത്, നീ അവിടെ നല്ല കാറ്റാണോ തണുപ്പാണോ വെയിലുണ്ടോ അതൊന്നും നോക്കരുത്. സാഹചര്യങ്ങൾ അല്ല പ്രധാനപ്പെട്ടത്, ദൈവത്തിൻ്റെ ജനമാണ് പ്രധാനപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അതും ചിന്തിക്കാതെ ജീവൻ ത്യജിച്ചും കർത്താവിൻ്റെ വചനം അലർട്ടായി ഒരു ഹൃദ്രോഗിയെ, ഒരു അറ്റാക്ക് വന്ന മനുഷ്യനെ എങ്ങനെ അത്യാഹിത വിഭാഗത്തിൽ കൊണ്ടുപോയി പരിചരിക്കുന്നുവോ അതുപോലെ രാപകല് കണ്ണിൽ എണ്ണയൊഴിച്ച് നാം ദൈവത്തിൻ്റെ വചനം മക്കളെ പഠിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ അപ്പനും അമ്മയും ഇതുപോലെ വേണം ദൈവമക്കളെ പഠിപ്പിക്കാൻ. കാറ്റഗിസം ടീച്ചേഴ്സ് ഇതുപോലെ അലർട്ടായി ദൈവമക്കളെ പഠിപ്പിക്കണം. ഇടവക വികാരിയച്ഛന്മാർ ഇതുപോലെ അലർട്ടായി പഠിപ്പിക്കണം. തിരുസഭയുടെ മക്കളെ ദൈവവചനം പഠിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ദൈവം നൽകിയിരിക്കുന്ന മാനദണ്ഡമാണ് ജാഗരൂകതയോടെ പഠിപ്പിക്കണം. അപ്പം നമ്മുടെ വികാരിയച്ഛനും കൊച്ചച്ഛനും പിന്നെ ഇവിടെയുള്ള അച്ഛന്മാരും ഈ ദേശത്തുള്ള സഭ മുഴുവനും ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെല്ലാം ദേശത്ത് ദൈവവചനം ജാഗരൂകതയോടെ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണത്. ഇനി അടുത്ത വാക്യം, ജാഗരൂകതയോടെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ പറ്റി സംസാരിക്കണം. കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴെല്ലാം എന്ത് പറയണം? ഞാൻ പറഞ്ഞു, ഇത് ദൈവം നടക്കുന്ന കാര്യമാണോ? ദൈവമല്ല തമാശയ്ക്ക് പറഞ്ഞിരിക്കാവും, അല്ലെങ്കിൽ വെറുതെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുകയായിരിക്കും. ഇതൊക്കെ ഒരു ദിവസം സഹിക്കാം. അടുത്തത് എന്താ? അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിലക്കാളിന്മേലും പടിവാതിൽക്കലും എഴുതി. ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോഴേക്കും ദൂരത്ത് നോക്കുമ്പോൾ എല്ലായിടത്തും വചനം, ഭിത്തി മുഴുവൻ വചനം, ഗേറ്റിങ്ങിലെല്ലാം വചനം, ചെടിയുടെ ഇലയിലൊക്കെ വചനം, കംപ്ലീറ്റ് വചനം. ഞാനിത് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ ഇതൊക്കെ എന്താ ഇത്? എല്ലാത്തിനും ഒരു പരിധി വേണം. അധികമായാൽ അമൃതം വിഷം. അതുകൊണ്ട് എല്ലാത്തിനും ഒരു പരിധി വേണം. കൊള്ളാം, അത്യാവശ്യത്തിന്, അമിതമാകരുത്. ഇതായിരുന്നു ഇത് വചനം വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്ന പ്രതികരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനത്തിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലായില്ല. ഈ വചനത്തെ സംബന്ധിച്ച് ഞാൻ കുഞ്ഞുവെള്ള കളിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ
ഈ അടുത്ത കാലത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛനെ ഇംഗ്ലണ്ട് രാജ്യത്തേക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പറഞ്ഞയച്ചു. അവിടെ ഇംഗ്ലണ്ട് രാജ്യത്ത് ആ അച്ഛൻ ചെന്നപ്പോൾ അവിടെ ഒരു ബ്രിട്ടീഷുകാരനും ഒരു മലയാളിയും കൂടെ, അതായത് നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് പോയ ഒരു തോമാച്ചൻ, ആ തോമാച്ചൻ്റെ ഒരു ഇടുക്കി തോമാച്ചൻ എന്നിരിക്കട്ടെ, ആ ഇടുക്കി തോമാച്ചൻ അവിടെ ഒരു ചായക്കടയല്ല ഒരു പലചരക്ക് കട നടത്തുകയാണ്. അങ്ങനെ പലചരക്ക് കട നടത്തുമ്പോൾ ഒരു ബ്രിട്ടീഷ് തോമാച്ചൻ അവിടെ വന്നു. അപ്പോൾ ഈ ഇടുക്കി തോമാച്ചൻ കേരളത്തിൽ നിന്ന് പോയ ആളാണ്. നമ്മുടെ കപ്പ, നമ്മുടെ കഞ്ഞി, നമ്മുടെ കാച്ചിൽ ഇതൊക്കെ തിന്ന് ഇവിടുത്തെ കാറ്റഗിസം പഠിച്ച് ഇവിടുത്തെ പള്ളിയിലെ ധ്യാനമൊക്കെ കൂടി നല്ല ആത്മീയ പരിശീലനം കിട്ടിയ തോമാച്ചനാണ് നമ്മുടെ ഇടുക്കി തോമാച്ചൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇടുക്കി തോമാച്ചൻ അവിടെ ചെന്നപ്പം ഇടുക്കി തോമാച്ചൻ ആദ്യം ചെയ്തത് ഇടുക്കി തോമാച്ചൻ്റെ കടയിൽ ഒരു തിരുഹൃദയ രൂപം അവിടെ സ്ഥാപിച്ചു. അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷ് തോമാച്ചൻ വന്നപ്പോൾ ഈ രൂപം കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാകണില്ല. 40-45 വയസ്സായി. മൂപ്പര് ഈ രൂപം കണ്ടപ്പോൾ ചോദിക്കുക, ഹൂ ഈസ് ദിസ്? ഇതാരാണ്? ഉടനെ നമ്മുടെ ഇടുക്കി തോമാച്ചൻ അപ്സെറ്റായി. കാരണം ഈശോയുടെ തിരുഹൃദയ രൂപം കണ്ട മനസ്സിലാകാത്ത മനുഷ്യന്മാർ ലോകത്തിലുണ്ടോ? നമ്മുടെ ഇടുക്കി തോമാച്ചൻ അപ്സെറ്റായിട്ട് ഇതെന്ത് പറയണമെന്ന് മനസ്സിലാകാതെ നിൽക്കുന്ന സമയത്ത് മറ്റേ തോമാച്ചൻ ഒരു ചോദ്യം കൂടെ, ബ്രിട്ടീഷ് തോമാച്ചൻ ചോദിക്കുകയാണ്, ഈസ് ഇറ്റ് യുവർ ബോസ്? അതായത് തൃശ്ശൂരും പാലക്കാടൊക്കെ ചെന്നാൽ അവിടെ ചെട്ടിയങ്ങാടിയുണ്ട്. അവിടെയൊക്കെ ഈ ചെട്ടിയന്മാരെല്ലാം കടയുണ്ടാകുമ്പോൾ കടയിൽ അതിൽ ഫൗണ്ടറിൻ്റെ ഫോട്ടോ ചിലപ്പോൾ എടുത്ത് വെക്കും, ഇങ്ങനെ മാലയൊക്കെ ഇട്ട് എടുത്ത് വെക്കും. അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷ് തോമാച്ചൻ വിചാരിച്ചിരിക്കുന്നത് ഇത് ഈ കട സ്ഥാപിച്ച സ്ഥാപകൻ്റെ ഫോട്ടോ വല്ല ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ചോദിക്കുകയാണ്, ഹൂ ഈസ് ദിസ്? ഈസ് ഇറ്റ് യുവർ ബോസ്? എന്താ അയാളോട് പറയുക? 40-45 വർഷം ക്രിസ്ത്യാനിയായി ജീവിച്ച ആളാണ്. 40-45 വയസ്സ് വരെ ക്രിസ്ത്യാനിയായി ജീവിച്ച ഒരു ബ്രിട്ടീഷ് ക്രിസ്ത്യാനി ഒരു മലയാളി ക്രിസ്ത്യാനിയോട് തിരുഹൃദയ രൂപം കണ്ടപ്പോൾ ഇത് ആരാന്ന് ചോദിക്കുക. ഇതാണ് വിശ്വാസത്തിന് വേണ്ടി കഷ്ടത സഹിക്കാതെ താൻ ചത്ത് മീൻ പിടിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് തങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബാക്കി സമയമുണ്ടെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി ചെലവഴിക്കാമെന്ന് പറഞ്ഞ് വിശ്വാസം പകർന്നു കൊടുക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു തലമുറയുടെ ബാക്കി പത്രമാണ് നിൽക്കുന്നത്. ഹൂ ഈസ് ദിസ് എന്ന് ചോദിച്ചിട്ട് ഇംഗ്ലണ്ടിലുള്ള മറ്റൊരു കുടുംബത്തിന്റെ അനുഭവം പറഞ്ഞു. അച്ഛൻ പറഞ്ഞതാണ്, അച്ഛാ ഒരു ദിവസം ഒരു മലയാളി ഫാമിലി വീട് വെഞ്ചരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ദേശത്ത് ഒരു ധ്യാനത്തിന് വരുന്നുണ്ട്, അപ്പോൾ വീട് വെഞ്ചരിച്ചാൽ മതിയോ? ആ കുടുംബം പറഞ്ഞു, ശരി, അപ്പോൾ വെഞ്ചരിച്ചാൽ മതി. അങ്ങനെ ആ ദേശത്ത് വീട് മലയാളി ധ്യാനത്തിന് വേണ്ടി ചെന്നപ്പോ അവിടുത്തെ ധ്യാനം കഴിഞ്ഞ് വീട് വെഞ്ചരിക്കാൻ വിചാരിച്ച് ധ്യാനം കഴിഞ്ഞപ്പോൾ സമയം ഏതാണ്ട് 10-11:30 11:30 മണി സമയമായപ്പോ അച്ഛൻ വിചാരിച്ചു, പിന്നെ ആളുകളൊക്കെ പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിച്ച് ഒരു 12:30. അപ്പൊ അച്ഛൻ വിചാരിച്ചു ഈ 12:30 മണി സമയത്ത് പോയി വീട് വെച്ചിരിക്കണം അങ്ങനെ രാത്രി. അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ഇവിടുന്ന് വണ്ടി ഓടിച്ച് അവിടെ ചെല്ലുമ്പോ അവര് വീടെല്ലാം ലൈറ്റിട്ട് എനിക്ക് വീട് വെഞ്ചരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ വീട് വെഞ്ചരിക്കാം, ഇല്ലെങ്കിൽ മറ്റൊരു ദിവസം വന്ന് വീട് വെഞ്ചരിച്ചു കൊടുക്കാം. അങ്ങനെ അച്ഛൻ വണ്ടി ഓടിച്ച് അവിടെ എത്തി വീട് ലൈറ്റിലിട്ട് വീട് വെഞ്ചരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അച്ഛൻ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു. ആ കുടുംബനാഥ വേഗം വന്ന് വാതിൽ തുറന്ന് അച്ഛൻ്റെ ഉള്ളിലേക്ക് കയറ്റി. നല്ല കൊടും തണുപ്പാണ്, കോടമഞ്ഞ്. അവിടുത്തെ ബ്രിട്ടീഷ് തണുപ്പ് എന്ന് പറഞ്ഞാൽ നിസാര തണുപ്പല്ല, നല്ല -ഡിഗ്രിയൊക്കെയാണ്. അങ്ങനെ കൊടും തണുപ്പത്ത് അങ്ങനെ വലിയ സെറ്ററൊക്കെ ഇട്ട് ഇങ്ങനെ പുതച്ച് അങ്ങനെ കയറി ചെന്നു. അങ്ങനെ വേഗം വാതിലടച്ച്. അപ്പം ആ കുടുംബനാഥൻ പറഞ്ഞു, അച്ഛാ ഒരു 5-10 മിനിറ്റ് കൂടെ അച്ഛൻ ഒന്ന് വെയിറ്റ് ചെയ്യണം. അച്ഛൻ പറഞ്ഞു ശരി. അച്ഛൻ വിചാരിച്ചല്ല കട്ടൻ ചായ നല്ല ചൂട് ചായ കൊടുക്കാൻ വേണ്ടി പോകാമെന്ന്. നോക്കുമ്പോൾ ചൂട് ചായ ഉണ്ടാക്കാനല്ല പോയിരിക്കണത്, അവർ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൊന്തേനെ ലുത്തിനിയ സമയമാണ്. അപ്പോൾ അച്ഛൻ 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അച്ഛൻ അവരുടെ കൂടെ മുട്ടുമേ നിന്ന്, അവർ മുട്ടുമേ നിന്നാണ് ചെല്ലുന്നത്. ബ്രിട്ടീഷുകാരാന്ന് പറഞ്ഞില്ലെങ്കിൽ ബ്രിട്ടനിൽ പോയി അവിടുത്തെ ജോലിക്കാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ മുട്ടുമേ നിന്ന് അവർ കുടുംബം ഒന്നിച്ച് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊന്ത ചൊല്ലി ലുത്തിനെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥന പൂർത്തിയായപ്പം അച്ഛനൊരു ജിജ്ഞാസ. അച്ഛൻ ചോദിച്ചു, നമ്മുടെ നാട്ടിൽ സന്ധ്യാപ്രാർത്ഥന കേട്ടിട്ടുണ്ട്, പ്രഭാത പ്രാർത്ഥന കേട്ടിട്ടുണ്ട്, പിന്നെ യാമപ്രാർത്ഥന കേട്ടിട്ടുണ്ട്, ഈ അർദ്ധരാത്രി കൊന്ത ഞങ്ങൾ കേട്ടിട്ടില്ല, ഇത് ആദ്യമായിട്ട് കേൾക്കുകയാണ്, ഇതെന്താന്ന് ചോദിച്ചത്. അപ്പോഴാണ് കുടുംബനാഥൻ പറയണത്, അച്ഛാ ഞങ്ങൾ പാവപ്പെട്ട ആളുകളാണ്, 2 പേരും ഡ്യൂട്ടിക്ക് പോയാലാണ് എന്തെങ്കിലും നീക്കുവാക്കി വീട്ടിലുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഭാര്യ പകൽ ഡ്യൂട്ടിക്ക് പോകും, 12 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യണം. ഇവിടുത്തെ പോലെ സുഖമായിട്ട് 8 മണിക്കൂർ കഴിഞ്ഞാൽ പോരാൻ പറ്റില്ല.
12 മണിക്കൂർ നിന്ന് ഇപ്പോൾ ജോലി ചെയ്യണം. അങ്ങനെ ഭാര്യ പകൽ ഡ്യൂട്ടിക്ക് പോകും, ഭർത്താവ് രാത്രിക്ക് ഒരു 6 മണിക്കൂറുള്ള ഡ്യൂട്ടിയുണ്ട്. 6 മണിക്കൂർ ഡ്യൂട്ടി, അതായത് വൈകുന്നേരം ഒരു 6 മണിക്ക് പോയാൽ രാത്രി ഒരു 12-12:30 ആകുമ്പോൾ ഭർത്താവിന് വരാൻ പറ്റും. അങ്ങനത്തെ ഒരു ഡ്യൂട്ടിയാണ്. അങ്ങനെ ഭർത്താവ് രാത്രിക്ക് ഡ്യൂട്ടിക്ക് പോകും, ഭാര്യ പകൽ ഡ്യൂട്ടിക്ക് പോകും. അങ്ങനെ ഇവർ രണ്ടുപേരും പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും ഡ്യൂട്ടിക്ക് പോകുന്നവരാണ്. ഞങ്ങൾ രാത്രി 12-12:30 ആവും പണി കഴിഞ്ഞ് വരുമ്പം. ആ 12:30 വരെ ഭാര്യയും മക്കളും കാത്തിരിക്കും. 12:30 ആകുമ്പം ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പം ഇവർ ഒരുമിച്ച് കന്നും മുഖം കഴുകി ഫ്രഷായി ഇവർ ഒരുമിച്ചിരുന്ന് അപ്പോഴാണ് സന്ധ്യാപ്രാർത്ഥന ചെല്ലുന്നത്. ഒരുമിച്ച് കൊന്ത ചൊല്ലിയിട്ട് മാത്രമേ അവരുടെ കുടുംബത്തിൽ അവർ ഭക്ഷണം കഴിക്കൂ. 2-3 കുട്ടികളുണ്ട്, അവർ യൂണിവേഴ്സിറ്റി പഠിക്കുന്നവരാണ്. ആ ബ്രിട്ടനിലെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ മഹാപോക്കാണ്. ദൈവം എന്നൊരു വാക്ക് പോലും പിന്നെ അവരുടെ ചിന്തയിലുണ്ടായില്ല. യൂണിവേഴ്സിറ്റിയിൽ ഗോഡ് എന്നൊരു പേര് പോലും ഉച്ചരിക്കപ്പെടില്ല. അതുപോലെ വിശ്വാസം കെട്ടുപോകുന്നൊരു സ്ഥലമാണ് ബ്രിട്ടനിലുള്ള യൂണിവേഴ്സിറ്റികൾ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഈ പിള്ളേർ 3 പേര് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസാണ്. ഇവർ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആണെങ്കിലും ശരി, ഈ അപ്പൻ ജോലി കഴിഞ്ഞ് വരുന്നത് വരെ ഇവരും വെയിറ്റ് ചെയ്ത് നിൽക്കും. എന്നിട്ട് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് മുട്ടുമെന്ന് ഈ കൊടും തണുപ്പത്ത് അർദ്ധരാത്രിയിൽ സന്ധ്യാപ്രാർത്ഥന കൊന്ത ചൊല്ലി പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ അതിനുശേഷം അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് അവരൊന്ന് വിശ്രമിക്കും. വെളുപ്പിന് 5:30-6 മണിയാകുമ്പോൾ ഭാര്യ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകും. ഇങ്ങനെ ത്യാഗം സഹിച്ച് വിശ്വാസം ജീവിക്കുന്ന ഒരു കുടുംബത്തെ സോജി അച്ഛൻ പോയി വെഞ്ചരിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ അതിൻ്റെ കാരണം? അവിടെ ഒരച്ഛനും നിർബന്ധിക്കില്ല നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. അവിടെ ഒരു നിയമമില്ല ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കണമെന്ന്. ഒരു നിയമമില്ലെങ്കിലും ആരും നിർബന്ധിക്കാനില്ലെങ്കിലും ആത്മീയ കാര്യത്തെക്കുറിച്ച് ആരും ശ്രദ്ധിക്കാനില്ലെങ്കിലും ശരി, ഇതാ ഈ കേരളത്തിൽ വിശ്വാസത്തിന് വേണ്ടി കഷ്ടതകൾ സഹിച്ച്, വിശ്വാസത്തിന് വേണ്ടി ക്ലേശം സഹിച്ച്, കഷ്ടതയോടും ക്ലേശത്തോടും സഹനശീലത്തോടും കൊണ്ട് വിശ്വാസം പരിശീലിച്ച് വിശ്വാസം കണ്ടും കേട്ടും വളർന്ന ഒരു കുടുംബത്തിലെ അംഗമായതുകൊണ്ട് ഇന്ന് അദ്ദേഹം കാണാദൂരത്ത് കാണാമറയത്ത് വിദൂരങ്ങളിൽ മാതാപിതാക്കളില്ല, കൂടപ്പിറപ്പുകളില്ല, ആത്മീയ നേതാക്കന്മാരില്ല, ആത്മീയ ഗുരുക്കന്മാരില്ല, ഇങ്ങനെ ഒരു സംവിധാനം ഇല്ലെങ്കിലും ശരി അവിടെ അദ്ദേഹം ആ വിശ്വാസം ജീവിക്കാൻ വേണ്ടി ഇന്ന് ത്യാഗവും കഷ്ടതയെടുത്ത് അതിനുവേണ്ടി അദ്ദേഹം തൻ്റെ ജീവിതത്തെയും തൻ്റെ കുടുംബത്തെയെല്ലാം അതിനുവേണ്ടി ഡിസിപ്ലിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ കണ്ണ് നിറയെ കണ്ട്, കാത് നിറയെ കേട്ട്, ഹൃദയം നിറയെ അനുഭവിക്കാൻ തക്കവണ്ണം വിശ്വാസം ജീവിക്കുന്ന ഒരു അന്തരീക്ഷം എൻ്റെയും നിങ്ങളുടെ കുടുംബത്തിലും എൻ്റെയും നിങ്ങളുടെ ഇടവകയിലും എൻ്റെയും നിങ്ങളുടെ സഭയിൽ ഉണ്ടാകണം എന്നാണ് ദൈവമായ കർത്താവ് ആഗ്രഹിച്ചത്. വചനം കട്ടിൽപ്പടിമേൽ എഴുതി വെക്കണം, ജനൽപ്പടിമേൽ എഴുതി വെക്കണം, വീട്ടുവാതിക്കൽ എഴുതി വെക്കണം, നെറ്റിത്തടത്തിൽ എഴുതി വെക്കണം, കയ്യിൽ എഴുതി വെക്കണം, കാലിൽ എഴുതി വെക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വചനം ദൈവമക്കളിൽ നിന്ന് പ്രതീക്ഷിച്ചൊരു ജീവിത രീതിയുണ്ട്. കണ്ണിറയെ കണ്ട്, കാത് നിറയെ കേട്ട്, ഹൃദയം നിറയെ വിശ്വാസം അനുഭവിച്ച് വളരാൻ തക്കവണ്ണമുള്ള ഒരു അന്തരീക്ഷം, ഒരു വിശ്വാസ അന്തരീക്ഷം നമ്മുടെ കുടുംബങ്ങളിലും ഇടവകകളിലും ദേവാലയങ്ങളിലും സഭാ സമൂഹങ്ങളിലും ഉണ്ടാകണമെന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിച്ചിട്ടുണ്ട്. അല്ലാതെ എവിടേക്കെങ്കിലും ഒരു ക്രിസ്ത്യൻ ധ്യാനം വിട്ടിട്ടെങ്കിൽ വണ്ടുന്ന കുട്ടികളെല്ലാം കൂടി വിശുദ്ധരായി തീരുമെന്ന് വിചാരിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിലും ഇടവകയിലും സമൂഹത്തിലും സഭയിലും എല്ലായിടത്തും വിശ്വാസം കാണാനും കേൾക്കാനും തൊട്ടനുഭവിച്ച് കണ്ട് മനസ്സിലാക്കി നിറഞ്ഞ് ജീവിക്കാനും നിറഞ്ഞു വളരാനുമുള്ളൊരു സാഹചര്യം ദൈവമായ കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് കഷ്ടതയും ക്ലേശവും ത്യാഗവും അതിനുവേണ്ടി മെനക്കെട്ട് ഇറങ്ങുന്ന സ്ഥലത്തെ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വിശ്വാസം കണ്ടും കേട്ടും അനുഭവിച്ചും തൊട്ടും രുചിച്ചും വളരാനുള്ള അന്തരീക്ഷം അങ്ങനെയുള്ള കുടുംബങ്ങളിൽ, കഷ്ടത സഹിക്കാത്ത കുടുംബങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത്. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ കുർബാന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായി. ഞാൻ 4 വയസ്സുള്ള സമയത്ത് ഒരു ദിവസം രാത്രിക്ക് എൻ്റെ അപ്പനും അമ്മയും ഒരു പാതിരാത്രി 1 മണി 2 മണി ആയിട്ടുണ്ടാവും. എൻ്റെ അപ്പനും അമ്മ എഴുന്നേറ്റ് ചൂട്ട് കെട്ടി വലിയ പന്തം പോലെ ചൂട്ട് കത്തിച്ച് അപ്പൻ അമ്മ മൂത്ത പിള്ളേർ എന്നെയൊന്നും കൊണ്ടുപോയില്ല. അത് നമ്മൾ ലുട്ടാപ്പികൾ 4 വയസ്സൊക്കെ ഉള്ളൂ. ഞാനും ഒരാൾ കണ്ട് 2 പുർണാസികളുണ്ട്. പുർണാസികളെല്ലാം വീട്ടിൽ ഭദ്രമായിട്ടൊരു സ്ഥലത്താക്കി. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ വന്നതിന് ശേഷമേ നിങ്ങൾ പുറത്തേക്ക് പോകാവുള്ളൂ എന്ന് പറഞ്ഞ് വീട്ടിലാക്കി ഭക്ഷണമൊക്കെ വെച്ച് തന്നു. എന്നിട്ട് അർദ്ധരാത്രി 2 മണി സമയത്ത് ഇവർ ചൂട്ടും കത്തിച്ച് നടന്ന് 24 കിലോമീറ്റർ അകലെയുള്ള
അപ്പോൾ എത്ര മണിക്കൂർ അവർ നടന്നിട്ടുണ്ടാവും? ഒരു പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞ് ഞായറാഴ്ച അവർ വരുന്നത് വൈകുന്നേരം രാത്രിയായി. നോക്കി, ശനിയാഴ്ച രാത്രി വെളുപ്പാങ്കാലത്ത് പോയത് 12 മണിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കത്തിന്, ഞാൻ ഉറക്കം കിടക്കുന്ന സമയത്ത് അവർ പോണ ഒച്ചയും കേട്ട് ഞാൻ എഴുന്നേറ്റതാണ്. അപ്പോഴേക്കും അവർ പുറപ്പെട്ടു. ഇവിടെ കടന്നെന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു പോയി, എന്നെ എടുത്തുകൊണ്ട് പോയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം ഞാൻ ചോദിച്ചു, ഇവർ എവിടെ പോയി? ആർക്കും, ഞങ്ങൾ 3 പേര് അങ്ങോട്ട് കൊണ്ട് ചോദിക്കുന്നുണ്ട്. ഞങ്ങളിൽ ആർക്കറിയാവുന്ന കാര്യമായിട്ട് അറിയില്ല. വൈകിട്ട് വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ എവിടെ പോയിരിക്കുകയായിരുന്നു? അപ്പോഴാണ് പറയണത്, കുർബാനയ്ക്ക് പോയതാണ്. ആദ്യം കുർബാനയെന്ന് കേൾക്കണം, അങ്ങനെയാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ അവരുടെ തീഷ്ണതയായിരിക്കും എനിക്കിന്ന് വൈദികനാകാനുള്ള ഒരു പ്രചോദനം കിട്ടിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം ചിന്തിച്ചു നോക്കി, ആ കഷ്ടത സഹിച്ച് ബാക്കി എത്രയോ കുർബാനകൾക്ക് പോയിട്ട് അതൊന്നും എൻ്റെ ഓർമ്മയിലില്ല. എന്നാൽ അവർ കഷ്ടത സഹിച്ച്, ഉറക്കമൊഴിച്ച്, ത്യാഗം സഹിച്ച് നടന്ന് പോയ ആ സംഭവം എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും തെളിഞ്ഞു നിൽപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. വേറൊരു വാക്കി പറഞ്ഞാൽ, വിശ്വാസത്തിന് വേണ്ടി ക്ലേശം സഹിക്കുന്നത് വെറുതെ അല്ല. വിശ്വാസത്തിന് വേണ്ടി കണ്ണുനീർ സഹിക്കുന്നതും കഷ്ടത സഹിക്കുന്നതും വെറുതെ അല്ല. ഇതെല്ലാം തലമുറകളുടെ പരിശീലനത്തിന് വേണ്ടിയുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ മക്കളോട് ദൈവം പ്രത്യേക നിർദ്ദേശം കൊടുത്തിരിങ്ങനെയാണ്, നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന സമയത്ത് വിശ്വാസം പകർന്നു കൊടുത്താൽ മതി എന്നല്ല ദൈവമായ കർത്താവ് തൻ്റെ വചനങ്ങളിലൂടെ ദൈവമക്കളോട് കൽപ്പിച്ചിരിക്കുന്നത്. സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും നീ വചനം പ്രസംഗിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ വിശ്വാസം നമ്മൾ കഷ്ടപ്പാട് സഹിച്ച് പകർന്നു കൊടുത്താൽ എന്തെങ്കിലും ഗുണമുണ്ടോ? നമ്മളങ്ങനെ പകർന്നു കൊടുത്താൽ കുട്ടികളിലേക്ക് അങ്ങനെ പകർന്നു കിട്ടുമോ? അത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന പറഞ്ഞ സ്വഭാവമായിരിക്കും ചിലപ്പോൾ കുട്ടികൾ കാണിക്കുന്നത്. ധ്യാനത്തിന് വരാൻ പറഞ്ഞ് വരാതെ അവിടെ ചൊറിയും കുത്തി ഇരിക്കുകയായിരിക്കും ചിലർ ചെയ്യണത്. പക്ഷേ ഭയപ്പെടണ്ട, തളരണ്ട. നിങ്ങൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ അത് അവരുടെ പ്രായത്തിൻ്റെ പ്രത്യേകതയാണെന്ന് വിചാരിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നിങ്ങൾ വിതയ്ക്കുന്നതിന് വിലയുണ്ട്. കർത്താവ് പറഞ്ഞെങ്ങനെയാണ്, നീ രാവിലെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരവും കൈ പിൻവലിക്കരുത്. ഏതാണ് സഫലമാവുക, ഇതോ അതോ രണ്ടുമോ എന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നീ പറഞ്ഞാൽ കേട്ടാലും ശരി, കേട്ടില്ലേലും ശരി, അനുകൂലമാണെങ്കിലും ശരി, പ്രതികൂലമാണെങ്കിലും ശരി, നീ ആത്മീയ കാര്യങ്ങൾ വിതയ്ക്കണം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അങ്ങനെ വിതച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അതിന് ഫലം ഉണ്ടാവും. വിശ്വാസം വിതച്ചാൽ വിശ്വാസം വളരും. വിശ്വാസം കൊടുത്താൽ അവർ വിശ്വാസം സ്വീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഒരു ദിവസം സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു യുവാവ് വന്നു. 24 വയസ്സ് പ്രായം, നല്ല തീഷ്ണമതിയായൊരു യുവാവ്. അവൻ വന്നിട്ട് സെഗിയോൻ ധ്യാനം 5 ദിവസം ധ്യാനം കൂടുമ്പം എൻ്റെ വളരെ അടുപ്പമുള്ളൊരു ബ്രദറിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വിട്ടു. അവൻ കൗൺസിലിംഗ് നടത്തിയപ്പോൾ അവൻ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്തു. അവസാനം അവൻ പറഞ്ഞു, 24 വയസ്സായിട്ടും എൻ്റെ വിശുദ്ധി കളയാൻ എൻ്റെ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ ചോദിച്ചു, എന്താ കാരണം? അപ്പോൾ അവൻ്റെ അനുഭവം പറഞ്ഞു. അവൻ പറഞ്ഞിങ്ങനെയാണ്, കേരളത്തിൽ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞു, പിന്നെ +1 +2 കഴിഞ്ഞു. എന്താണെന്നറിയില്ല, അവനെ ബാംഗ്ലൂർ എന്തോ ഒരു കോഴ്സിന് പഠിക്കാൻ വിട്ടിരിക്കുകയാണ്. അവിടെ എന്താ നേഴ്സിങ്ങോ എന്തോ ഒരു കോഴ്സാണത്, അതിന് പഠിക്കാൻ വേണ്ടി വിട്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ ആദ്യത്തെ വർഷമൊക്കെ ഹോസ്റ്റലൊക്കെ താമസിച്ച് പിന്നെ 3-4 പേര് ചേർന്ന് 2ാമത്തെ വർഷമായപ്പോൾ 3-4 പേര് ചേർന്നിട്ട് ഒരു മുറിയല്ല ഒരു വീടോ എന്തോ വാടകയ്ക്ക് എടുത്തിട്ട് ഹോസ്റ്റലിൽ നിന്ന് അവർ ആ വീട്ടിലേക്ക് താമസം മാറ്റി. 4-5 പേര്, 4 പേരുടെ ഒരു ടീം, ഒരുവിധം പണമുള്ളവരാണ്. 4 പേരുടെ ടീം ആ വീട്ടിലേക്ക് താമസം മാറ്റി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വർഷം കൊണ്ട് കഴിഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ നല്ല പരിചയമായി, ആ പ്രാരംഭ പേടിയൊക്കെ മാറി. അപ്പോൾ ഇവർ കൂടി തീരുമാനിക്കുകയാണ്, നമുക്ക് ഇന്ന് പോയിട്ട് ഒരു പെൺകുട്ടിയെ വാടകയ്ക്ക് വിളിച്ചിട്ട് വരണം. അങ്ങനെ ഇവർ പൈസയൊക്കെ ഡിവൈഡ് ചെയ്തെടുത്തു. എന്നിട്ട് അവർ ബാംഗ്ലൂർ ചെന്ന് ഒരു പെൺകുട്ടിയെ പാപം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരികയാണ്. അങ്ങനെ അവർ വണ്ടിയിൽ ആ കുട്ടീനെ കയറ്റി അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് വണ്ടി വെച്ച് തന്നെ ചില പാപങ്ങളും വികൃതികളൊക്കെ അവർ ആരംഭിച്ചു. അപ്പോഴേക്കും പെട്ടെന്ന് ഇവൻ്റെ മനസ്സിൽ തോന്നുകയാണ്, ഇവൻ പറഞ്ഞു വണ്ടി നിർത്താൻ പറഞ്ഞു. ഇവൻ വണ്ടി നിർത്തി. ഇവൻ പറഞ്ഞു, ആ മുമ്പിലൊരു സീറ്റിൽ ഒരു പയ്യനെ ഇരിപ്പുണ്ട്, അവനോട് നീ ഇറങ്ങി പുറത്തിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇവൻ കയറി മുമ്പിലെ സീറ്റിൽ പോയിരുന്നു. എന്നിട്ട് അവൻ പിന്നെ വേറെ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ വീട്ടിൽ ചെന്നു. ഓരോ തരത്തിലുള്ള തോന്നിയാസങ്ങൾ ആരും കയറി
അപ്പോൾ ഇവനെ വിളിച്ച് പറഞ്ഞു, ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അവൻ ആ പാപത്തിന് കൂട്ടുകൂടിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ താമസിച്ച വീട്ടിൽ ബാക്കി 3 ആൺകുട്ടികൾ ഈ പെൺകുട്ടിയുമായിട്ട് ഓരോ തരത്തിലുള്ള പാപത്തിൽ പെരുമാറുമ്പോൾ, അർമാദിച്ച് നടക്കുമ്പോൾ ഇവൻ അപ്പുറത്ത് ഒറ്റയ്ക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എന്തോ കാര്യത്തിന് കോളേജിൽ പോകാനോ സ്കൂളിൽ പോകാനോ ക്ലാസ്സിൽ പോകാനോ സമയം വന്നിട്ടുണ്ടാവും. ഇവൻ കോളേജിൽ പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അവൻ കുളിച്ചിട്ട് ഒരു തോർത്തുമുണ്ട് എടുത്ത് അവൻ കുളിച്ചിട്ട് ബാത്റൂമിൽ നിന്ന് മുറിയിലേക്ക് പോവുകയാണ്. മുറിയിലേക്ക് പോകുന്ന സമയത്ത് തലേ ദിവസം കൊണ്ടുവന്ന ആ പെൺകുട്ടി അപ്പോഴവിടെയുണ്ട്. ആ പെൺകുട്ടി ഇവൻ്റെ തോർത്തുമുണ്ടെ കയറി പിടിച്ച്, നിനക്ക് മാത്രം നീ എന്താ പുണ്യവാനാണോ എന്ന് ചോദിച്ചിട്ട് തോർത്തുമുണ്ട് വലിച്ചു പറിക്കാൻ ശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവൻ 2 കൈയും കൊണ്ട് തോർത്തുമുണ്ട് മുറുക്കെ പിടിച്ച് എന്നിട്ട് ഇവൻ ഒച്ച വെച്ച്. അങ്ങനെ കൂട്ടുകാരെല്ലാം ഓടി വന്നപ്പോൾ ഈ പെൺകുട്ടി ഇവനെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഉടനെ ഇവരൊക്കെ ഇവിടെ അടിച്ചു മാറ്റി, എടി നീ പോടി, നിനക്കുള്ള പൈസ തരാനുള്ള തന്നില്ലേ, നീ നിന്റെ പണി നോക്കെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടീനെ അവനിഷ്ടമല്ലെങ്കിൽ അവനെ പാപത്തിൽ നിർബന്ധിക്കണം, അവനിഷ്ടമല്ലെങ്കിൽ അവനെ പാപത്തിൽ നിർബന്ധിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടീനെ അവരുടെ വഴിക്ക് വിട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ ബ്രദർ ചോദിച്ചു, എൻ്റെ ചെറുപ്പക്കാരാ, ചോര തിളയ്ക്കുന്ന പ്രായം, വേറെ വീട്ടുകാരോ നാട്ടുകാരോ വേറെ ആരും പേടിക്കാനില്ല, വിദൂരത്ത് ബാംഗ്ലൂർ വേറെ ആരും അറിയാനും പോകണില്ല. അങ്ങനെ ഒരു അനുകൂല സാഹചര്യം വന്നപ്പോൾ നീ ഈ പാപത്തിൽ വിടാതെ നീ എങ്ങനെ പിടിച്ചു നിന്ന്? അപ്പോഴാണ് അവൻ പറയണത്, ഞാൻ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു, വണ്ടിയല്ല കുട്ടീനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ പാപത്തിൻ്റെ സാഹചര്യം വന്നപ്പോൾ അവൻ പെട്ടെന്ന് കാണുന്നത് അവൻ്റെ അമ്മ കൊന്ത ഉരുട്ടി 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 ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ കണ്ണിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അവൻ നോക്കുമ്പോൾ ഈ പെൺകുട്ടി അതൊന്നും അല്ല, പാപ സാഹചര്യങ്ങളല്ല അവൻ്റെ കണ്ണിൽ നിൽക്കുന്നത്. അവൻ്റെ അമ്മ ഇങ്ങനെ കൊന്ത ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവൻ നോക്കുമ്പോൾ ഇടത്തോട്ട് നോക്കിയാലും വലത്തോട്ട് നോക്കിയാലും അവൻ്റെ അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ് അവൻ വണ്ടിയിലിരിക്കുമ്പോൾ കാണുന്നത്. അവനിവന് അന്ന് ആ സമയത്ത് അവൻ്റെ മനസ്സ് പാപത്തിൽ നിന്ന് വേർപെട്ട്, പിന്നെ അവന് പാപത്തിൽ മറ്റവരുടെ കൂടെ പാപത്തിൽ മുന്നേറാൻ പറ്റില്ല, അവൻ്റെ മനസ്സ് പാപത്തിൽ നിന്ന് വേർപെട്ട് അവൻ മുറിയിൽ പോയി ഒറ്റയ്ക്കിരുന്ന്. അവൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല. അവൻ മുറിയിൽ ഒറ്റയ്ക്കിരുന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിറ്റേ ദിവസം അവൻ പറഞ്ഞു, 24 വയസ്സായി, ഒരുപാട് സങ്കീർണ സാഹചര്യങ്ങൾ വന്നു, ഇന്ന് വരെ എൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധി കളയാൻ എൻ്റെ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. അതിൻ്റെ ഒരു കാരണം അവൻ്റെ മാതാപിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു, അവൻ്റെ അമ്മ കൊന്ത ചെല്ലുന്നവളായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുട്ടികളെയൊക്കെ ആ സ്കൂളിലേക്കുള്ള ആ വാനിലേക്ക് അങ്ങോട്ട് തള്ളിക്കയറ്റി വിട്ടിട്ട് വീട്ടിൽ സീരിയൽ അങ്ങ് ഓണാക്കിയിരുന്നാൽ അതുപോലെ ഇരിക്കും കുട്ടികളും. യഥാ രാജ തഥാ പ്രജ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ വിശ്വാസം ജീവിക്കുന്നൊരു അമ്മയാണെങ്കിൽ, വിശ്വാസം ജീവിക്കുന്നൊരു അപ്പനാണെങ്കിൽ അതിൻ്റെ ആ ചൈതന്യം മക്കളിൽ കാണും. കാര്യം അവരനുസരിക്കാത്തവരും അവരെതിര് പറയുന്നവരും ധ്യാനിക്കാൻ വിളിച്ച വരാത്തവരൊക്കെ ആയിരിക്കാം. പക്ഷേ ഒരു നിർണായക ഘട്ടം വരുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ശക്തി, നിങ്ങളുടെ വിശ്വാസത്തിന്, നിങ്ങളുടെ ആത്മീയ ചൈതന്യത്തിൻ്റെ അംശം അവരുടെ ജീവിതത്തിലെ സങ്കീർണ സാഹചര്യങ്ങളിൽ അവരെ സംരക്ഷിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങൾ മനസ്സിലാക്കണം, ഇവൻ ഇന്നും വിശ്വാസത്തിൽ ആവേശമുണ്ട്, ഇന്നും പ്രാർത്ഥനയിൽ ആവേശമുണ്ട്, ഇന്നും വിശുദ്ധ ജീവിതത്തിൽ ആവേശമുണ്ട്. അതിൻ്റെ കാരണം കാരണവന്മാർ വിശ്വാസം പകർന്നു കൊടുത്ത്, കഷ്ടത സഹിച്ച്, ക്ലേശം സഹിച്ച്, മുട്ടുമെന്ന് പ്രാർത്ഥിച്ച്, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച്, ക്ലേശം സഹിച്ച് പ്രാർത്ഥിച്ച്, വേദന സഹിച്ച് ആത്മീയ ജീവിതം കുടുംബത്തിൽ അവർ നിലനിർത്തിയപ്പോൾ ആ കുടുംബത്തിൽ വളർന്ന മക്കളിലേക്ക് വിശുദ്ധിക്ക് വേണ്ടിയും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടിയും ദാഹവും ആഗ്രഹവും ആവേശവും പകർന്നു കിട്ടി. വിശ്വാസം എന്ന് പറയുന്നത് പുറംപോക്കിൽ വാച്ചൽപ്പാട്ട് വളർന്ന പൊന്തമ്പാഴ പോലെ വളരെ നിങ്ങൾ മനസ്സിലാക്കണം. ഏത് കുടുംബത്തിലാണോ കഷ്ടപ്പാട് സഹിക്കുന്നത്, ഏത് ഇടവകയിലാണോ അതിനോട് വേദന സഹിക്കുന്നത്, ആരാണോ അതിനോട് ത്യാഗവും കഷ്ടതയും കണ്ണുനീരും ഒഴുക്കുന്നത്, ചെളിയും ചേറും ചവിട്ടി നടക്കുന്നത്, അവിടെയാണ് വിശ്വാസം അതിൻ്റെ അഭിഷേകത്തിലും അനുഭവത്തിലും അതിൻ്റെ തീക്ഷ്ണതയിലും കത്തിജ്വലിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസം നമ്മൾ ഇന്ന് പകർന്നു കൊടുത്താൽ അത് വേര് പിടിക്കും എന്നുള്ള കാര്യത്തിൽ ആരും സംശയം വിചാരിക്കേണ്ട. ഈ കാലം മാറി, ഈ കാലത്തൊന്നും വിശ്വാസം ആർക്കും വേണ്ട, ഈ കാലത്തൊന്നും ആരും വിശ്വാസം കേൾക്കൊന്നുമില്ല, ഇക്കാലത്ത് ആർക്കും ദൈവത്തെ വേണ്ട എന്നുള്ളത് നിങ്ങളുടെ വിദ്യാധാരണ മാത്രമാണ്. നന്നായിട്ട് വിശ്വാസം പകർന്നു കൊടുത്താൽ ആ വിശ്വാസം വേര് പിടിക്കും, അത് വളരും, അത് ഫലം ചൂടും, സംശയമില്ലാത്ത കാര്യമാണത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ ഇങ്ങനെ പോയാൽ പോരാ, നമുക്കതിനുവേണ്ടി ഒരു തീക്ഷ്ണത വേണം.
നമുക്ക് നമ്മുടെ കാർന്നോമാരിൽ നിന്ന് പകർന്നു കിട്ടിയിരിക്കുന്ന ഈ വിശ്വാസം ഇങ്ങനെ ഷോക്കേസിൽ വെക്കാൻ വേണ്ടിയുള്ളതല്ല. ഇതിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച്, ഇതിനു വേണ്ടി ത്യാഗം സഹിച്ച്, ഓരോ ദിവസവും ഓരോ കാലത്തും അതിനു വേണ്ടിയുള്ള കഷ്ടതകൾ സഹിച്ച് ആ വിശ്വാസം, നമുക്ക് കിട്ടിയ വിശ്വാസം അതിൻ്റെ പൂർണ്ണതയിൽ അതിനേക്കാൾ ഒന്നും കൂടെ ജ്വലിക്കുന്ന അവസ്ഥയിൽ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ളൊരു വിളി എനിക്ക് നിങ്ങൾക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനുള്ള അഭിഷേകം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മളിങ്ങനെ നിർജ്ജീവമായിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കാർന്നോമാരെല്ലാം ഇതിനേക്കാൾ കഷ്ടപ്പാടുള്ള സാഹചര്യത്തിലല്ലേ വിശ്വാസം സ്വീകരിച്ചതും വിശ്വാസം പകർന്നു കൊടുത്തതും. അന്നൊരു പക്ഷേ ഓലഷട്ടായിരുന്നിരിക്കാം, ഒരുപക്ഷെ പുല്ല് വെഞ്ഞൊരു കെട്ടറായിരുന്നിരിക്കാം, ഒരു നടക്കാനോ ഒരു ടാറിട്ട റോഡ് കാണാത്ത കാലത്തായിരിക്കും അവിടെ വിശ്വാസം ആദ്യമായിട്ട് പ്രഘോഷിക്കപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ടാറുണ്ട്, റോഡുണ്ട്, ഫോണുണ്ട്, കറണ്ടുണ്ട്, മേൽക്കൂരയുണ്ട്, മേൽക്കട്ടിയുണ്ട്, എല്ലാം ഉണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം കണ്ടമാനം പ്രതികൂലമാണെന്നൊന്നും ചിന്തിക്കേണ്ട. ഇതൊക്കെ ദൈവം നമുക്ക് തരാവുന്ന നല്ല നല്ല സാഹചര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ മറനാത്ത. Come, Lord Jesus. ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഏതൊരു വ്യക്തി ഹൃദയം തുറക്കുന്നുവോ അവരുടെ നിഷ്കളങ്കതയിലേക്ക് സ്വർഗത്തിൻ്റെ ശക്തി വ്യാപരിച്ച് ഇതാ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി ഹൃദയത്തിൽ ഇന്ന് വരെ തളം കെട്ടിക്കിടന്ന എല്ലാ അവസ്ഥകളിലേക്കും സ്വർഗത്തിൻ്റെ ശക്തി നിറയാൻ ആഗ്രഹിച്ച് യേശുവിൻ്റെ നാമത്തെ നിഷ്കളങ്കതയോടെ ഉറക്കെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എല്ലാ തിന്മയുടെ കോട്ടകൾ ഇപ്പോൾ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ ഹൃദയ നൈർമല്യത്തോടെ അന്വേഷിക്കാൻ തടസ്സമുണ്ടാക്കുന്ന എല്ലാ തരത്തിലുള്ള ബുദ്ധിയുടെ അഹങ്കാരങ്ങളും വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അബദ്ധ ജടിലമായ തിന്മയുടെ കെട്ടുകളും എല്ലാ തരത്തിലുള്ള ദുർചിന്തകളും തെറ്റായ അറിവുകളും ഹൃദയങ്ങളിൽ നിന്നും മനസ്സുകളിൽ നിന്നും ഇപ്പോൾ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.